പണ്ടുകാലത്തെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വിശപ്പടക്കിയിരുന്നത്. കൂവയുടെ നൂറെടുക്കുന്ന സമാനമായ രീതിയിൽ തന്നെയാണ് പനയുടെ നൂറും ഉണ്ടാക്കിയെടുക്കുന്നത്. പനയുടെ തടിയിൽ നിന്നെടുക്കുന്ന ചോറ് ഇടിച്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ ചെറുതായി കൊത്തിയരിഞ്ഞ് അരച്ചെടുത്ത് പിഴിഞ്ഞ് നൂറെടുത്ത് വെയിലത്തുണക്കി ഏറെ ശ്രമകരമായ ജോലി തന്നെയാണിത്. കൂവയുടെ നൂറിനേക്കാൾ കുറച്ചധികം സമയം പാചകത്തിനായി വേണ്ടിവരും. ചട്ടിയിലെ നൂറ് നന്നായി മുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം.